നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതി, അതായത് 1201-ാം ആണ്ട് ചിങ്ങമാസം 16-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. നല്ല ദിവസമാണ് തിങ്കളാഴ്ച. ഒരു ആഴ്ചയുടെ ആരംഭമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നല്ലതാണെങ്കിൽ പോലും ഇന്നത്തെ നക്ഷത്രം നല്ലതല്ല. തൃക്കേട്ട നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രം അത്ര കണ്ട് ശുഭനക്ഷത്രമല്ല. അതുകൊണ്ട് ഇന്ന് 50-50 ആയ ദിവസം എന്ന് പറയാം. നക്ഷത്രം കൊള്ളൂല, ദിവസം കൊള്ളാം. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇന്ന് ഇറങ്ങുമ്പോഴും ശ്രദ്ധയോടുകൂടി ഇറങ്ങണം. കേട്ട അത്ര ശുഭനക്ഷത്രം അല്ലാത്തതുകൊണ്ട് ശുഭകാര്യങ്ങൾക്ക് അത്ര കണ്ട് നല്ലതല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അതുപോലെ തന്നെ ഇന്ന് ചിങ്ങമാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. സന്തോഷപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്തു തരും. മനകാരകനാണ് ചന്ദ്രൻ. നല്ല മനസ്സുഖം കിട്ടും. ശരീരകാരകത്വം വഹിച്ച ഗ്രഹമാണ്. മാതൃകാരകത്വം വഹിച്ച ഗ്രഹമാണ്. ഗ്രഹകാരകത്വം വഹിച്ച ഗ്രഹമാണ്. വാഹനകാരകത്വം വഹിച്ച ഗ്രഹമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം സാധ്യതയുണ്ട്. മാതാവിന് ഐശ്വര്യത്തെ കൊടുക്കും. അമ്മയ്ക്ക് സന്തോഷപ്രദമായ അവസ്ഥകൾ മക്കൾക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ വീട് വെക്കാനോ, അതുപോലെ വസ്തു മേടിക്കാനോ, വീട് പുതുക്കി പണിയാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും സന്തോഷപ്രദമായ അവസ്ഥയുണ്ടാവും. അതുപോലെ ഇന്നത്തെ ദിവസം നല്ലതാണ്. ദിവസത്തിൻ്റെ നക്ഷത്രം ദോഷമുണ്ട് എങ്കിലും ദിവസം നല്ലതാണ്. അപ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇന്ന് തിങ്കളാഴ്ചയാണ്. രാവുകാല സമയം നോക്കിയിട്ട് വേണം യാത്ര തിരിക്കാൻ. രാവുകാലം എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയമാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിങ്കളാഴ്ച 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:50 രാവുകാലം ആരംഭിക്കണേ. 7:50 തൊട്ട് ആരംഭിച്ച് 9:22 വരെ രാവുകാല സമയമുണ്ട്. അതായത് 1.5 മണിക്കൂറാണ് നമ്മൾ രാവുകാലത്തിന് എടുക്കണമെങ്കിൽ. ചില സമയങ്ങളിൽ 1.5 മണിക്കൂർ കൂടി വരും, ചിലപ്പോൾ 1.5 മണിക്കൂറിൽ കുറഞ്ഞും വരും. ഇന്ന് 1 മണിക്കൂർ 32 ഉണ്ട് രാവുകാല സമയം. 9:22 വരെയുണ്ട്. 7:50 തുടങ്ങുള്ളൂ. അതുകൊണ്ട് രാവുകാലം എടുക്കുമ്പോൾ ഈ ഒരു സമയക്രമവും കൂടി പാലിച്ചിട്ട് വേണം രാവുകാലം. രാവുകാലം പൊതുവേ മറ്റ് ശുഭകാര്യങ്ങൾക്ക് എല്ലാം നല്ലതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യാത്രയ്ക്ക് മാത്രം രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. ശുഭയാത്രകളൊന്നും രാവുകാലത്ത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ 2 സമയങ്ങൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മാറ്റി വയ്ക്കേണ്ട 2 സമയമുണ്ട്. ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും. ഇന്ന് ഗുളികൻ്റെ സമയം പറഞ്ഞത് 1:56 തൊട്ട് 3:27 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 10:53 മുതൽ 12:24 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കണം. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം, ഒരു പ്രത്യേക മുഹൂർത്ത രാശിയാണ് അഭിജിത്ത്. അഭിജിത്ത് മുഹൂർത്തം 2 നാഴിക നേരത്തോളം ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം ഉദയം തൊട്ട് 14 നാഴിക തൊട്ട് 16 നാഴിക വരെ 2 നാഴിക സമയം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12 മണി മുതൽ 12:48 വരെ 48 നേരം. ഇതിൽ ഇടയ്ക്കൊരു 4 നേരം
മാറ്റിവെക്കേണ്ടി വരും എങ്കിലും 2 നാഴികയോളം സമയം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നമുക്ക് മറ്റ് മുഹൂർത്തങ്ങൾ, ഇന്ന് മുഹൂർത്തങ്ങൾക്ക് അത്ര നല്ല ദിവസമല്ല തൃക്കേട്ട, പക്ഷേ എങ്കിൽ പോലും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എന്ത് കാര്യങ്ങൾക്കും എടുക്കാം. പ്രപഞ്ചത്തിൽ മറ്റെല്ലാ നെഗറ്റീവ് രാശികളെയും മാറ്റി നിർത്തിക്കൊണ്ട് പോസിറ്റീവായി നിൽക്കുന്ന ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെള്ള വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.